ഐറ്റം എത്തിയിട്ടുണ്ട്. ഈ ഐറ്റം ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ. ഇതിപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഗാർലിക്കും പിന്നെ ഒരു പച്ചമുളകും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാം. ഇത് മിക്സിയിലടിക്കാം. പിന്നെ ചേരുവകളെന്ന് പറയുമ്പം കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, നമ്മൾ ഇതങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പേസ്റ്റ്, അതായത് നമ്മൾ നേരത്തെ കാണിച്ച പേസ്റ്റ് മൊത്തം അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മസാല ഞാൻ ഇവിടെ വെച്ചാൽ, അതായത് നമ്മൾ കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ്, ഇത് ഇത്രയും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തതാണ്. ഇതിപ്പോൾ നമുക്ക് നേരെ ചിക്കനിലേക്ക് ചേർക്കാം. ഇതെങ്ങനെ ഒന്നും വെക്കാം. ഞാൻ എൻ്റേതായിട്ട് എരി ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്താൽ മതി. ഞാൻ എൻ്റേതായിട്ട് രീതിയിലാണ് വയ്ക്കുന്നത്. ഞാൻ അൽഫാമോ എന്തുകൊണ്ടും വിളിക്കാം. ഞാൻ എൻ്റേതായിട്ട് ചിക്കൻ. പിന്നെ നമുക്ക് തൈര് കിട്ടിയില്ല. ഇത് ചിക്കനിൽ മൊത്തം തേച്ച് പിടിക്കണം. എല്ലാ സ്ഥലങ്ങളിലും തേച്ച് ഇങ്ങനെ പിടിപ്പിക്കണം. ഗരം മസാല എടുത്തായിരുന്നോ? നമ്മൾ ഗരം മസാല ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം ഇച്ചിരി കൂടെ ചേർത്ത് എല്ലാം ചെയ്യാൻ തുടങ്ങിയ ശേഷം ഓർത്ത് അപ്പം ഇത് ആവശ്യത്തിന് വേണ്ടി ഇത് ചേർത്താൽ മതി. സാധാരണത്തിനായിട്ട് ഒന്നും മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യത്തിന് വെള്ളമുണ്ട്. നമ്മൾ ഇതെല്ലാം തേച്ചിട്ട് മസാല നമ്മൾ തേച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. നമ്മൾ ആദ്യം ഷവായി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാം. എല്ലാം നമ്മൾ തേച്ച് പിടിക്കണം. പിന്നെ വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണ പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പ് എടുത്ത് ഫ്രീസറിൽ എടുത്ത് വെളി വയ്ക്കും. അപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ചേർക്കാം. ഞാൻ തൈര് കിട്ടി, തൈര് പിന്നെ വാങ്ങിക്കാം. ഞാൻ വെളിയിലോട്ട് പോയിട്ട് വന്ന് തൈര് വാങ്ങിക്കാൻ മറന്നു. നമ്മൾ ഇതെല്ലാം മസാല തേച്ചെടുത്തിട്ടുണ്ട്. മസാല തേച്ച് പിന്നെ എരിയും ഉപ്പൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ടാകും ചേർക്കുക. പിന്നെ ഇത് നമ്മൾ തേച്ചിട്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഫ്രീസറിൽ വെക്കുക. അതായത് ഇപ്പം നമ്മളിതിപ്പം ചെയ്യുന്നത് ഉച്ചയ്ക്കാണ്. നമ്മൾ രാത്രിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലാണ് കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ കാണിച്ചെടുത്ത് നമ്മൾ അതായത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് 1 മണിക്കൂർ നമ്മൾ വെളി വെച്ചിട്ടുണ്ടായിരുന്നു. മണിക്കൂർ വെളി വെച്ചതിന് ശേഷം ഇപ്പം ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി വിടുക. അത് എല്ലായിടത്തും ഒന്നാകാൻ വേണ്ടി. ചിലപ്പോൾ ഒട്ടിയിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇപ്പം ഫോർക്ക് കണ്ടില്ല, അതായത് മറ്റേ കുത്തി ഒന്ന് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കും. എന്നിട്ട് ഇപ്പം നമ്മൾ ഓന് വയ്ക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒരു തുള്ളി വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ബട്ടറോ ഉണ്ട്. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ഒരു തുള്ളി വെളിച്ചെണ്ണ, ഒരു തുള്ളി കുറച്ച് മതി, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. അതായത് ഓവൻ വയ്ക്കുമ്പോൾ ഡ്രൈ ആവാതിരിക്കാനുണ്ട്. നമ്മളെല്ലായിടത്തും ജസ്റ്റ് ഇത് ഇളക്കാൻ ആക്കി കൊടുക്കുക. അത് ഇടയ്ക്ക് 10 വശം ഏകദേശം നമ്മൾ 1 മണിക്കൂർ മുമ്പെടുത്ത് ഫ്രീസറിൽ നിന്ന് വെളി വെക്കണം, ഇത് തണുപ്പ് വിടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് എല്ലായിടത്തും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഓവൻ ഒരു 15 മിനിറ്റ് പ്രീഹീറ്റ്, 15 വേണ്ട, ജസ്റ്റ് 10 മിനിറ്റ് ജസ്റ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പം സ്റ്റോപ്പ് ചെയ്താണ്. അപ്പോൾ ഓവൻ നല്ലോണം പഴുത്തിളക്കി, നല്ല ചൂടുണ്ട്, അത് കാണാൻ പറ്റില്ല, വീഡിയോ എടുക്കുമ്പോൾ കാണാൻ പറ്റില്ല. ഞാൻ ചിക്കനൊക്കെ എടുത്തിട്ട് ഏകദേശം 1 മണിക്കൂർ മുമ്പെടുത്ത് ഫ്രീസറിൽ നിന്ന് വെളി വെച്ചിട്ടുണ്ട്. അതായത് നല്ലോണം അത് തണുപ്പ് വിടാൻ വേണ്ടിയിട്ടാണ് ഓവനാണ്. ഇപ്പം ഒരുപാട് OTG ഓവനുണ്ട്. നമ്മളിൽ സാധാ ഓവനുണ്ടായിരുന്നു. അപ്പോൾ ആ ഓവൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അതിൽ വെച്ചിട്ടൊന്നും ആവുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ OTG ഓവനായിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ മിക്ക നമ്മൾ ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ട്, ഷവായിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 60 ഡിഗ്രി ടൈമിലും 200 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇത് ഓരോന്നും ഇതിനകത്ത് പറത്തി വെക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ മറ്റൊന്ന് കാണിച്ചില്ലാണ്, അത് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് കാണിച്ചിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഓവനിൽ വയ്ക്കുക. ഓവനിൽ വെച്ച ശേഷം ഇടയ്ക്ക് ഒന്ന് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അടിയിൽ ടെമ്പറേച്ചർ ഉണ്ട്, പിന്നെ ഇടയ്ക്ക് ജസ്റ്റ് ബട്ടർ ഉണ്ടെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കുന്നത് കുറച്ച് നല്ലത്, സോഫ്റ്റാണ്. പിന്നെ നമ്മൾ നേരെ ഓവനിലേക്ക് വയ്ക്കുകയാണ്. ഇപ്പം നമ്മൾ ഓവനിൻ്റെ സെൻറ്റർ നോക്കിയാൽ വയ്ക്കുക. നമ്മൾ ഓവനിൽ സെൻറ്റർ നോക്കി വെച്ചിട്ടുണ്ട്.
ഇത് നമ്മളൊരു ഈ പാത്രം വെക്കാം. ഇത് വയ്ക്കുന്നത് നമ്മൾ വെച്ചാക്കുന്ന ഇതിൽ നിന്ന് ചിക്കനിലെ ഓയിൽ ജസ്റ്റ് ഇതിനകത്തോട്ട് വീഴാൻ വേണ്ടിയിട്ട് ആണ് ഇത് വയ്ക്കുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് 60 ഡിഗ്രി ടൈം വയ്ക്കുക. 60 ഡിഗ്രി നമ്മൾ ടൈം വെച്ചിട്ടുണ്ട്. 200 ഡിഗ്രി ടെമ്പറേച്ചർ ബ്രോയിൽ. ഇതിനകത്ത് പല ഫംഗ്ഷനുണ്ട്. നമ്മളിരിക്കുന്ന OTG ഉണ്ട്. OTG അനുസരിച്ച് ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. അതിനനുസരിച്ച് ഇപ്പം ചേഞ്ച് വരാം. ഞാനിപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുന്നു. സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ മേലും താഴെയും അതിപ്പോൾ ലൈറ്റ് കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അടിയിൽ ഗ്രില്ലുണ്ട്. ഗ്രില്ലാണെങ്കിൽ ചൂടാകുന്ന ഹീറ്റിംഗ് കോയിൽ, മേലും കോയിലുണ്ട്. അത് ഹീറ്റാകുന്നത് ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് അണയ്ക്കുമ്പോൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ബാക്കി വീഡിയോസ് ഇത് പയ്യെ ചൂടായി സെറ്റ് ആയിക്കോളും. ശേഷം ഇത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. ബട്ടർ കൊണ്ട് ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അകത്ത് അതിൻ്റെ അടിയിൽ ഞാൻ വന്ന കോയിൽ ചൂടായിട്ട് പഴുത്തിട്ടിരിക്കുന്നു. അതിനൊപ്പം മേനും ഒരു കോയിലുണ്ട്. വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുമെന്ന്. അങ്ങനെ ഇപ്പം നമ്മൾ അകത്ത് ഇപ്പം കാണിച്ചു തരാം. അകത്ത് നല്ല ചൂടാണ്. അതായത് ഈ കൈ കൊണ്ട് വന്ന സമയത്ത് നല്ല ചൂടാണ്. ചിക്കൻ ഇപ്പം അങ്ങനെ വേവുന്ന അകത്ത് നല്ല പുക വന്നുണ്ട്. അത് വേവുന്നില്ല. അപ്പം ഓടിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് അച്ചുകിളി ഇവിടെ നിന്ന് ശബ്ദം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നമ്മൾ അപ്പം ഇടയ്ക്ക് വെച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പം ഇതിൻ്റെ അടിയിൽ അതിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഓയിലാണ് ഇപ്പം അത് കാണുന്നത്. അപ്പം നല്ല രീതിയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് സമയത്തിനാണ് നമ്മളായി കിട്ടും. അതിലെ കോയിൽ ഫുള്ള് നല്ല ഹീറ്റായിട്ടിരിക്കുക. അതായത് ഇപ്പം ഞാനിപ്പം ലൈറ്റിനകത്തുള്ള ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. ലൈറ്റ് ഓൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ്. നമ്മൾ അടിപൊളിയായിട്ടാണ് വെന്തുകൊണ്ടിരിക്കുക. ഇനി കുറച്ച് സമയങ്ങൾ കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് മുരിഞ്ഞ ശേഷം ബാക്കിയാണ്. ചിക്കൻ വെന്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ചിക്കൻ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ലെഗ് പീസ് നല്ല രീതിയിൽ വെന്തിരിക്കണം. അതായത് ഗോൾഡൻ കളറായിട്ടുണ്ട്. അതായത് നമ്മൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ ടൈമും അതിൻ്റെ ടെമ്പറേച്ചറും സെറ്റ് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ എടുത്തിട്ട് നല്ല ചൂടുണ്ട്. അപ്പം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ജ്യൂസി ടൈപ്പാണ്. ഞാൻ നിങ്ങൾക്ക് ബട്ടറൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിലേക്ക് കാണിച്ചിട്ടില്ല. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടറൊക്കെ തേക്കുന്നത്. നമുക്ക് ഈ പുതിയ വീഡിയോയുമായി വീണ്ടും